സന്ദർഭം ദൈവം നമുക്ക് ഒരുക്കുന്നതിനാൽ സ്തോത്രം ചെയ്യാം. സ്തോത്രം 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 സ്തോത്രം. കഴിഞ്ഞ നാളുകളിലൊക്കെ ദൈവത്തിൻ്റെ കരുതലും സ്നേഹവും അനുഭവിച്ചതായ പ്രിയപ്പെട്ട സണ്ണി ഫാസ്റ്ററുടെ ജീവിതത്തിലെ ദൈവം കർത്താവ് ആഗ്രഹിക്കുന്ന നിലയിൽ താൻ ആഗ്രഹിച്ച നിലയിൽ പൂർത്തീകരിക്കാൻ കൊടുത്ത കൃപയ്ക്കായി ചെന്ന് സ്തോത്രം ചെയ്യാം. സ്തോത്രം 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 സ്തോത്രം. തൻ്റെ പ്രിയ ബാല്യകാലം മുതൽ തൻ്റെ ആശ്രയമായിരുന്നു, ദൈവം സംഗീതമായിരുന്നു, കോട്ടയായിരുന്നു, എല്ലാറ്റിനും എല്ലാം അധികമായി ദൈവം നടത്തി. അതിനായിട്ട് നമുക്ക് സ്തോത്രം ചെയ്യാം. സ്തോത്രം 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 സ്തോത്രം. ദൈവദിനം അഭ്യസിക്കുവാനും ദൈവദിന പ്രകാരമുണ്ടായ ജലവചനം മാനസാന്തരം ജലസ്നാനം പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം പരിശുദ്ധമായ ജീവിതത്തിന് വേണ്ടി സമർപ്പിക്കുവാനുള്ള കൃപ ദൈവം നൽകിയതിനായി സ്തോത്രം ചെയ്യാം. സ്തോത്രം. ദൈവാത്മാവ് വിവിധ നിലയിൽ തന്നോട് ഇടപെട്ട് സംസാരിച്ച് കർത്താവിന്റെ വിളി അനുസരിച്ച് കർത്താവിന്റെ ശുശ്രൂഷയ്ക്കായി തിരിച്ച് കഴിഞ്ഞ 41 വർഷക്കാലം വിശ്വസ്തയോടെ കർത്താവിനെ ശുശ്രൂഷ ചെയ്യുവാൻ തന്റെ മകളുടെ കൃപയ്ക്കായിട്ട് സ്തോത്രം ചെയ്യാം. സ്തോത്രം. താനായിരുന്ന സ്ഥലങ്ങളിലൊക്കെയും കർത്താവിനെ പ്രസാദിപ്പിക്കുവാൻ ദൈവം ഇഷ്ടം ചെയ്യുവാൻ അവിടുന്ന് കൃപ നൽകി. എല്ലാവർക്കും പറഞ്ഞ സാക്ഷികൾ കേട്ടതുപോലെ രാജമാസകനായിരുന്നു, ഒരു മാതാവിന്റെ ഹൃദയമുള്ളവനായി, ഒരു പിതാവിന്റെ ഹൃദയമുള്ളവരെ മറ്റുള്ളവരെ വഹിക്കുവാൻ, സ്നേഹിക്കുവാൻ, ആദരിക്കുവാൻ, കരുതുവാൻ പറ്റുക ദൈവം നൽകിയല്ലോ. അതിനായിട്ട് സ്തോത്രം ചെയ്യാം. കാര്യങ്ങൾ
ദൈവത്തെ സ്തുതിക്കുക. എനിക്ക് സണ്ണിച്ചാനുമായിട്ടുള്ള പരിചയം വളരെ എൻ്റെ കുഞ്ഞു പ്രായം മുതൽ സണ്ണിച്ചാനെ എനിക്ക് പരിചയമുണ്ട്. 2050 കാലം തുടങ്ങി ഇന്നുണ്ടായിരുന്നിപ്പോൾ ബഹുമാനപ്പെട്ട പുനരൂരിരിക്കുന്ന പാസ്റ്റർ സണ്ണിച്ചാൻ, റാന്നി സെൻട്രൽ പാസ്റ്റർ മാത്തുകുട്ടി ചാൻ, ഈ സണ്ണിച്ചാൻ ഇനിയും ചുരുക്കം പേർ മാത്രമേ ഉള്ളൂ. സമകാലികരായ പലരും തങ്ങളുടെ വേല തികച്ച് നിത്യവിശ്രാമത്തിലേക്ക് പോയി. കൂടി വന്ന ശുശ്രൂഷകളുടെയും വിശ്വാസികളുടെയും എല്ലാം നല്ല നല്ല സാക്ഷ്യങ്ങൾ നാം കേട്ടുകൊണ്ടേയിരുന്നു. ഒറ്റ വാക്കിൽ പറഞ്ഞ് അവസാനിപ്പിക്കാം, സണ്ണിച്ചാൻ ഒരു നല്ല മനുഷ്യനായി. തന്നിൽ കണ്ടിരുന്ന ഏറ്റവും വലിയൊരു ക്വാളിറ്റി തൻ്റെ സൗമ്യതയായി. താനൊരു സമാധാനപ്രിയനായ മനുഷ്യനായി. താനായിരിക്കുന്ന ഈ പ്രസ്ഥാനത്തെ ആഴമായി സ്നേഹിക്കുകയും വിശുദ്ധന്മാരിൽ നിന്ന് തനിക്ക് ലഭിച്ച് താൻ ഗ്രഹിച്ച സത്യത്തിൽ അവസാനത്തോളം നിലനിൽക്കുകയും ചെയ്തു. സാൽവേഷൻ ആർമിയുടെ സ്ഥാപകനായിരുന്ന മഹാനായ വില്യം ബൂത്ത് ആ പ്രസ്ഥാനം ആരംഭിക്കുമ്പോൾ ബ്രിട്ടൻ ആർമിയുടെ പല ചിട്ടകളും അവരുടെ ആ സംഘടനയിലേക്ക് കൊണ്ടുവന്നു. അതിലേറ്റവും പ്രധാനപ്പെട്ടത് അവരുടെ ശവസംസ്കാര ശുശ്രൂഷ. യാദൃശ്യമായി ഞാൻ ഒരിക്കലൊരു ശവസംസ്കാര ശുശ്രൂഷയിൽ പങ്കെടുത്തപ്പോൾ എന്നെ അത്ഭുതപ്പെടുത്തി. അവരുടെ പതാക കൊണ്ട് ഡെഡ് ബോഡിയുടെ തലഭാഗത്താൽ അവരുടെ ആ ഫ്ലാഗ് വെച്ച ശേഷം ബോഡിക്ക് സല്യൂട്ട് ചെയ്തിട്ട് വില്യം ബൂത്ത് ബ്രിട്ടൻ ആർമിയിൽ പറഞ്ഞിരുന്നൊരു വാക്കുണ്ട്: യോദ്ധാവേ, ചെയ്ത സേവനത്തിന് നന്ദി. നീ പടവാൾ വെച്ച് യുദ്ധകളത്തിൽ പടവാൾ വെച്ച് നീ പോയി വിശ്രമിച്ചു. തൻ്റെ വളരെ നല്ല പ്രായത്തിൽ യജമാനെ സേവിച്ച് ദീർഘമായ 41 വർഷത്തോളം യജമാനന്റെ വീട്ടിൽ പാർത്ത് ദൈവം തന്നെ കൊണ്ട് ചെയ്യിച്ച സകല പ്രവൃത്തികളെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കും. തിരിഞ്ഞ് നാം ചിന്തിക്കുമ്പോൾ കഴിഞ്ഞ ഈ 41 വർഷത്തിനിടയിൽ പൗലോസ് പറഞ്ഞതുപോലെ ദൈവം തന്നോട് കാണിച്ച കൃപ താൻ വ്യർത്ഥമാക്കിയില്ല. കഷ്ടതയും പട്ടിണിയും നഗ്നതയും ആപത്തും വാളും അതുപോലെ തന്നെ സൽകീർത്തിയും ദുഷ്കീർത്തിയും മാനവും അപമാനവും എല്ലാം ഒരു ക്രിസ്ത്യാനിക്ക് വേണ്ടിയതാണ്. ക്രിസ്ത്യ ജീവിതം ഒരിക്കലും ഒരു ഉല്ലാസയാത്രയല്ല, അതൊരു യുദ്ധകളമാണ്. സാത്താന്റെ ആയുധപ്പുരയിൽ ഒരുപാട് ആയുധങ്ങളുണ്ട്. ഏതൊരു സമയവും നമ്മളെ അറ്റാക്ക് ചെയ്യാം. എങ്കിലും ഒരൊറ്റ വാക്കാണ്: ദൈവം നിങ്ങളോട് കാണിച്ച കൃപ നിങ്ങൾ വ്യർത്ഥമാക്കരുത്. മാനം ലഭിക്കാം, അപമാനം ലഭിക്കാം, സൽകീർത്തി ലഭിക്കാം, ദുഷ്കീർത്തി ലഭിക്കാം. അങ്ങനെ ഉയർച്ച വരാം, താഴ്ച വരാം, സമൃദ്ധി വരാം, ദാരിദ്ര്യം വരാം, ഇരുളും വെളിച്ചവും വരാം. എന്തെല്ലാം ജീവിതത്തിൽ നേരിട്ടിട്ടും ദൈവം തന്നോട് കാണിച്ച കൃപ വ്യർത്ഥമാക്കാതെ തൻ്റെ യജമാനനെ അവസാനം വരെ സേവിച്ചു. താനായിരുന്ന പ്രസ്ഥാനത്തിന് വേണ്ടി കഠിനാധ്വാനിച്ചു. ഞാൻ സണ്ണിച്ചാനെ ആസാഫ് എന്നാണ് വിളിക്കാറുണ്ട്. സാധാരണ ദാവീദിന്റെ കാലത്തെ സംഗീത പ്രമാണികളിൽ ഒരാളായിരുന്നു ആസാഫ്. അത് വിളിക്കുമ്പോൾ ചിലപ്പോൾ എൻ്റെ ചെവിയെ പിടിച്ച് കേൾക്കാറുണ്ട്. എങ്കിലും ഞാൻ ആസാഫെ സുഖമായിരിക്കുമെന്ന് ചോദിക്കുന്നത് ആസാഫായി. പാസ്റ്റർ പരേതനായ ജയശ്യാമൂലപ്പച്ചൻ ദാവീദിനെ വിശേഷിപ്പിക്കുന്ന ഒരു വാക്കുണ്ട്: ഇസ്രായേലിന്റെ മധുര ഗായകൻ. ഇസ്രായേലിന്റെ മധുര ഗായകനായിരുന്നു ദാവീദ്. പെന്തക്കോസ്ത് പ്രസ്ഥാനത്തിന്റെ ഒരു മധുര ഗായകനായിരുന്നു പ്രിയപ്പെട്ട സണ്ണിച്ചാൻ. കർത്താവ് തന്നിൽ ആരംഭിച്ച പ്രവൃത്തിയെ തികച്ചു ദുഃഖത്തിലായിരിക്കുന്ന തന്റെ സഹോദരങ്ങളെയും സഹശുശ്രൂഷകരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. കർത്താവ് വരാൻ താമസിച്ചാൽ തന്റെ വംശത്തിൽ നിന്ന് ഇനിയും അഭിഷക്തന്മാരെ ദൈവം എഴുന്നേൽപ്പിക്കട്ടെ. ആരംഭത്തെക്കാൾ നല്ലൊരു അവസാനം പ്രാപിപ്പാൻ അടികളെ ഓർത്ത് പ്രാർത്ഥിക്കണമേ എന്ന് അപേക്ഷിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ദൈവത്തിന് മഹത്വമുണ്ടാകട്ടെ. ഈ ഉത്തമഗീത 1-ാം അധ്യായത്തിലെ ഒരു വാക്യമാണ്: നിന്റെ നാമം പകർന്ന തൈലം പോലിരിക്കുന്നു, അതുകൊണ്ട് കന്യകമാർ നിന്നെ സ്നേഹിക്കുന്നു. പകർന്ന തൈലം എല്ലാവർക്കും നല്ല സുഗന്ധം പകരുന്നു. അത് നല്ലവരാകട്ടെ, അത് മോശപ്പെട്ട ആളുകളാകട്ടെ, നീതിമാന്മാരാകട്ടെ, ദുഷ്ടന്മാരായിക്കൊള്ളട്ടെ, ക്ഷണിച്ചു വരാമെന്നോ ഇതിൽ സംബന്ധിക്കാനുള്ളതായ അനുവാദം കിട്ടിയത് ഉടനെ 9 മണിക്ക് രാത്രി 9 മണിക്ക് തിരിച്ചു കൃത്യസഭയുടെ കരുതലൊക്കെ സഹായിച്ചു ദൈവത്തെ സ്തുതിക്കുകയാണ്. കർത്താവിന് സ്തോത്രം. ഈ വർഷമായി ഞങ്ങൾ സഹകരിച്ച മന്നാൾ മുതൽ
ഇത് സ്വന്തം ജ്യേഷ്ഠനെ പോലെ ഞങ്ങൾ സഹകരിക്കുവാനിടയായിത്തീരുന്നുണ്ട്. കർത്താവിന് സ്തോത്രം. പാർശ്വ 80-ാം വർഷത്തിൽ വേലക്കിറങ്ങി, ഞാൻ 81-ാം വർഷത്തിൽ വിശുദ്ധ വേലക്കിറങ്ങി. ഞങ്ങളെല്ലാം ഒരാൾ പിടിക്കാം. എൻ്റെ വാട്സപ്പ് അത് കിട്ടൂല. സ്തോത്രം സ്തോത്രം സ്തോത്രം. ഹല്ലേലൂയ ഹല്ലേലൂയ. അടപ്പെടുത്തോ? സാംസൺ അടപ്പ് വെച്ചോ? തുണി ലിജോ 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 തുണി കിടക്കണോ? സ്പ്രേ അവിടെ അവിടെ ഈ വണ്ടിയുടെ കൂടെ ഈ വണ്ടിയുടെ നീ എപ്പോഴാണ് ചാടിയത്? ഞാനൊക്കെ
സഹായിച്ചതിനാൽ സ്തോത്രം ചെയ്യാം. ജീവിതത്തിൽ എല്ലാ നന്മകൾക്കായി ഉപകാരങ്ങൾക്കായി സ്തോത്രം ചെയ്യാം. സുരക്ഷിതമായി ശേരിപ്പാൻ ദൈവനാ തീരുവാൻ ഭാഗ്യങ്ങൾക്കായി സ്തോത്രം ചെയ്യാം. ദൈവത്തിലെ ശബ്ദം കേട്ട് കർത്താവിന്റെ വയൽ പ്രദേശത്ത് തവണ ശിശു ചെയ്യുവാൻ കർത്താവിനെ സഹായിച്ചതിനാൽ സ്തോത്രം ചെയ്യാം. നാൽപ്പത്തൊന്ന് വർഷക്കാലം കർത്താവിന്റെ ശുശ്രൂഷ വിശ്വസ്തം ചെയ്യുവാൻ പ്രവർത്തനായി സ്തോത്രം ചെയ്യാം. ശുശ്രൂഷ ലഭിച്ചിട്ടുള്ള ആത്മാക്കളെല്ലാം ദൈവത്തിലൊരുക്കണനായി സ്തോത്രം ചെയ്യാം. ശുശ്രൂഷ നടത്താനായി സ്തോത്രം ചെയ്യാം. ശുശ്രൂഷയും കർത്താവ് നടത്തി അനുഗ്രഹിക്കണനായി സ്തോത്രം ചെയ്യാം. എത്രയോ യൗവനക്കാർ തങ്ങളുടെ യൗവന പ്രായത്തിൽ ലോകത്തിൽ സ്നേഹത്തിലും ലോകത്തിൽ മോഹങ്ങളിലും പാപത്തിനും പൊങ്ങളെ പുറകെ പോയി നിത്യനാശത്തിലേക്ക് ഒഴുകിക്കൊണ്ടിരിക്കുമ്പോൾ യഥാർത്ഥമായ ദൈവത്തെ സ്നേഹിപ്പാൻ, ദൈവത്തെ ജീവാൻ, ദൈവത്തെ അനുസരിപ്പാൻ, ദൈവത്തിന് വഴിയിൽ ജയിപ്പാൻ, ദൈവത്തെ കർത്താവിന്റെ ഭാഗത്ത് ശിക്ഷ ചെയ്യുവാൻ ഈ പ്രിയ ദേവദാസ കർത്താവ് ഭാഗ്യത്തിനായി വീണ്ടും സ്തോത്രം ചെയ്യാം. ചേർത്തനായ സ്വാതന്ത്ര്യം ഇവിടെ കടന്നൊരു സഹായിച്ചനായ സ്വാതന്ത്ര്യം നടത്തുന്നതിനായ സ്വാതന്ത്ര്യം ഭക്തിയുള്ള കൃഷ്ണ അടക്കം ചെയ്തതുപോലെ ഭക്തിയോടെ പ്രിയദാസന അടക്കം ചെയ്യുവാൻ കർത്താവിനെ കൊണ്ടുവന്നതിനായ സ്തോത്രം. കർത്താവിനെ കേൾക്കുമ്പോൾ ശരീരത്തോടുകൂടെ സ്വർഗീയമാശീലത്തോടുകൂടെ വിണ്മയമാശീലത്തോടെ അക്ഷയമാശീലത്തോടുകൂടെ ഉയർത്തേറ്റ് വരുന്ന വലിയ വ്യത്യാസം വന്നിരിക്കാൻ സ്തോത്രം ചെയ്യാം. സ്തോത്രം ചെയ്യാം. സൗരങ്ങളെ ബന്ധുത്താതെല്ലാം ആശ്വസിപ്പിച്ച് സമാധാനങ്ങൾക്ക് പ്രത്യാശ സൂക്ഷിക്കുന്നതിനായി സ്തോത്രം ചെയ്യാം. കടന്നുപോക്കൊണ്ട് എന്നറിഞ്ഞുകൊണ്ട് അനാവരുമാ നമ്മെല്ലാം സഹായിക്കുന്നതിനായ സ്തോത്രം കർത്താവെ കർത്താവെ നമ്മുടെ സ്തോത്രം ചെയ്യുന്നത് സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. കർത്താവ് ഈ ദൈവദാസനെ ആരംഭിച്ച നല്ല പ്രവർത്തനത്തെ വെച്ച് കർത്താവ് തനിക്ക് ഒരുക്കിയിരിക്കുന്ന സുരക്ഷയുടെ അവകാശത്തിലേക്ക് ചേർത്തതിനായ അങ്ങനെ സ്തുതിക്കുന്നു. കർത്താവെ തന്റെ ജീവിതത്തിൽ കർത്താച്ചതെല്ലാ നന്മകൾക്കായി ഉപകാരങ്ങൾക്കായി അങ്ങനെ സ്തുതിക്കുന്നു. അതാ സ്തോത്രം സ്തോത്രം. തല പ്രവർത്തനത്താൽ ലഭിച്ചുള്ള ആത്മാക്കളെല്ലാം ദൈവത്തിൽ ഒരുക്കുന്നതിനായി പ്രാർത്ഥിക്കുന്നു. അതാ സ്തോത്രം. ചില ആളുകൾക്ക് ജീവിതത്തിൽ കഷ്ടമുണ്ടായിരുന്നെങ്കിലും കഷ്ടമില്ലാത്തതായ ആരോ ദുഃഖമുറവില്ലാത്ത പ്രത്യാശയോട് ജീവിച്ച് കർത്താവ് വരെ ഒരുക്കപ്പെടുവാൻ എല്ലാവരെയും കർത്താവ് സഹായിക്കും. ദുഃഖത്തിലാക്കി എല്ലാവരെയും ആശ്വസിച്ച് സമാധാനത്തിൽ കാത്തോളും ദൈവത്തിലേക്ക് ഉദാഹരണം ചെയ്യും. പക്ഷേ ഒരുവൻ മരിച്ചവൻ എങ്ങനെ ഉയർക്കുന്നു എന്നും ഏതുവിധം ശരീരത്തോട് വരുന്നു എന്നും ചോദിക്കും. മൂടാ, നീ വിതയ്ക്കുന്നത് ചത്തില്ല എങ്കിൽ ജീവിക്കുന്നില്ല. നീ വിതയ്ക്കുന്നതോ ഉണ്ടാകുവാനുള്ള ശരീരമല്ല, ഗോതമ്പിന്റെയും മറ്റു വല്ലതിന്റെയും വെറും മണി എത്ര വിധിക്കുന്നത്. നെയ്മോ തന്റെ ഇഷ്ടം പോലെ അതിന് ഒരു ശരീരവും ഒരു വിത്തിന് അതിൻ്റെ ശരീരവും കൊടുക്കുന്നു. സകല മാംസവും ഒരുപോലെയുള്ള മാംസമല്ല. മനുഷ്യരുടെ മാംസം വേറെ, കന്നുകാലികളുടെ മാംസം വേറെ, പക്ഷികളുടെ മാംസം വേറെ, മത്സ്യങ്ങളുടെ മാംസം വേറെ. സ്വർഗീയ ശരീരങ്ങളും ഭൗമശരീരങ്ങളുണ്ട്. സ്വർഗീയ ശരീരങ്ങളുടെ തേജസ് വേറെ, ഭൗമശരീരങ്ങളുടെ തേജസ് വേറെ, സൂര്യന്റെ തേജസ് വേറെ, ചന്ദ്രന്റെ തേജസ് വേറെ, നക്ഷത്രങ്ങൾ തേജസ് വേറെ. നക്ഷത്രവും തമ്മിൽ തേജസ് കൊണ്ട് ഭേദമുണ്ടല്ലോ. മരിച്ചവരെ കൊടുത്താനോ അവനെ തന്നെ ദ്രവത്വത്തിൽ വിതയ്ക്കപ്പെടുന്നു, അദ്രവത്വത്തിൽ ഉയർക്കുന്നു.
അപമാനത്തിൽ വിതയ്ക്കപ്പെടുന്ന തേജസ്സിൽ ഉയർക്കുന്നു, ബലഹീനതയിൽ വിതയ്ക്കപ്പെടുന്ന ശക്തിയിൽ ഉയർക്കുന്നു. പ്രാകൃത ശരീരം വിതയ്ക്കപ്പെടുന്നു, ആത്മീയ ശരീരം ഉയർക്കുന്നു. പ്രാകൃത ശരീരം ഉണ്ടെങ്കിൽ ആത്മീയ ശരീരമുണ്ട്. ഒന്നാം മനുഷ്യനായ ആദാം ജീവനുള്ള ദേഹമായി തീർന്നു എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. ഒടുക്കത്തെ ആദാം ജീവിപ്പിക്കുന്ന ആത്മാവായി, എന്നാൽ ആത്മീകമല്ല പ്രാകൃതം അത്ര ഒന്നാതുപോലെ സ്വർഗീയ പ്രതിമയും ധരിക്കും. സഹോദരന്മാരെ, മാംസരക്തങ്ങൾക്ക് ദൈവരാജ്യത്തെ അവകാശമാക്കുവാൻ കഴിയുകയില്ല, ദ്രവത്വത്തെ അവകാശമാക്കുകയില്ല എന്ന് ഞാൻ പറയുന്നു. ഞാനൊരു മർമ്മം നിങ്ങളോട് പറയാം, നാം എല്ലാവരും നിദ്ര കൊള്ളുകയില്ല, എന്നാൽ കാഹളത്തിനതിൽ പെട്ടെന്ന് കണ്ണുവയ്ക്കുന്നിടയിൽ നാം എല്ലാവരും രൂപാന്തരപ്പെടും. കാഹളം ധ്വനിക്കും, മരിച്ചവർ അക്ഷയരായി ഉയർക്കുകയും നാം രൂപാന്തരപ്പെടുകയും ചെയ്യും. ഈ ദ്രവത്വമുള്ളത് അതിരുദ്ധയും ഈ മർത്യമായത് അമൃത്യത്തെയും ധരിക്കണം. ഈ ദ്രവത്വമുള്ളത് അതിരുദ്ധയും ഈ മർത്യമായത് അമൃത്യത്തെയും ധരിക്കുമ്പോൾ മരണം നീങ്ങി ജയമെന്നിരിക്കുന്നു എന്ന് എഴുതിയിരിക്കുന്ന വചനം നിവൃത്തിയാകും. ഈ പ്രിയാദാസന്റെ ബോഡിയുമായി ശരീരത്തിലേക്ക് കടന്നുവരുന്ന സഹായിച്ചൊരാദയത്തെ സ്തുതിക്കുകയാണ്. കർത്താവിന്റെ ജീവിതത്തിൽ ചെയ്തെല്ലാ നന്മകൾക്ക് ആദരത്തെ സ്തുതിക്കുന്നു. അനേക യൗവനക്കാർ ലോകത്തിലെ മോഹങ്ങളിൽ കൂടെ ജീവിച്ച് നിത്യനാശത്തിലേക്ക് ഒഴുകിക്കൊണ്ടിരിക്കുമ്പോൾ ശിക്ഷിതാവായ ദൈവത്തെ അറിയുവാനും കർത്താവായ യേശുക്രിസ്തുവിലുള്ള ആത്മരക്ഷയെ കരസ്ഥമാക്കി ദൈവത്തിനനുസരിച്ച് ജീവിപ്പാനും ദൈവം കേട്ട് ദൈവത്തെ കേട്ട് കർത്താവിനെ പിൻപറ്റുവാനും ദൈവത്തിന്റെ മേൽ പ്രദേശത്തെ കർത്താവിന്റെ ശുശ്രൂഷ വിശ്വസ്തോട് ചെയ്ത് കർത്താവ് നൽകിയിരിക്കുന്ന അവകാശത്തിലേക്ക് ചേർക്കപ്പെടുവാൻ ഇടയായിത്തീർന്നതായ ഈ പ്രിയ ദൈവദാസന്റെ അടക്കാലത്തിൽ പങ്കെടുക്കുവാൻ ഈ അവസരം കർത്താവ് ദൈവത്തെ സ്തുതിക്കുകയാണ്. കർത്താവ് സ്തോത്രം. മരണം എന്ന് പറയുന്നത് അഥവാ മനുഷ്യ ജീവിതം എന്ന് പറയുന്നത് മരണത്തോടുകൂടെ അവസാനിക്കുന്നില്ല. ലോകത്തിൽ കാണുന്നതായ സകല ജീവജന്തുക്കളും, പറവകൾ, ഇഴജാതികൾ, മത്സ്യം ഇവയുടെ ജീവൻ പോയാൽ പിന്നീട് അതിനൊരു ജീവിതമില്ല, അതോടുകൂടെ അത് നശിക്കുകയാണ്, അവസാനിക്കുകയാണ്. എന്നാൽ മനുഷ്യൻ മരണാനന്തരവും മനുഷ്യന് നിത്യമായ ഒരു ജീവിതമുണ്ട്. ഏത് മനുഷ്യനായിരുന്നാലും മരണാനന്തരം അവർക്ക് ഒരു നിത്യമായ ജീവിതമുണ്ട്. കാരണം മനുഷ്യനെ മാത്രമാണ് ദൈവത്തിൻ്റെ സ്വന്തം കൈകൊണ്ട് ദൈവത്തിൻ്റെ സ്വരൂപത്തിൽ മണ്ണുകൊണ്ടുണ്ടാക്കിയിട്ട് ദൈവത്തിന് ജീവശ്വാസം ഊതിയപ്പോൾ ജീവനുള്ള ദൈവിയായിത്തീർന്നതായ ഒരേ ഒരു സൃഷ്ടി എന്ന് പറയുന്നത് മനുഷ്യൻ മാത്രമാണ്. മറ്റു ലോകത്തിലുള്ളതായ സകല സൃഷ്ടികളും ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞപ്പോൾ ഉണ്ടായതാണ്. കർത്താവ് സ്തോത്രം. അതുകൊണ്ടാണ് മനുഷ്യന് മാത്രം മരണാനന്തരവും ഒരു നിത്യമായ ജീവിതമുണ്ട്. ഏത് മനുഷ്യനായിരുന്നാലും, അത് വിശുദ്ധനായിരുന്നാലും അശുദ്ധനായിരുന്നാലും, നീതിമാനായിരുന്നാലും നീതിയുക്തനായിരുന്നാലും, ദൈവമില്ല എന്ന് പറയുന്ന വ്യക്തിയായിരുന്നാൽ തന്നെയും മരണാനന്തരം അവർക്ക് ഒരു നിത്യമായ ജീവിതമുണ്ട്. മരണാനന്തരമുള്ളതായ നിത്യമായ ജീവിതം എവിടെയായിരിക്കും, എങ്ങനെയായിരിക്കും എന്നുള്ളത് അവനവൻ ശരീരത്തിലിരിക്കുമ്പോൾ ചെയ്തതായ പ്രവർത്തികൾക്ക് തക്കവണ്ണമായിരിക്കും. കർത്താവ് സ്തോത്രം. ഒരു കൂട്ടർ മരണാനന്തരം ദൈവരാജ്യത്തിൽ കർത്താവിനോടുകൂടെ ആ നിത്യ സന്തോഷം അനുഭവിക്കും. വേറൊരു കൂട്ടർ മരണാനന്തരം നിത്യമായ തീപ്പയിലേക്ക് പോകുന്നു എന്നും തിരുവചനം തമ്മിൽ കഴിയില്ല. പാപത്തിന് മോചനം പ്രാപിക്കാൻ ഒരേ ഒരു വഴിയുള്ളൂ. യേശുവിന്റെ രക്തം സകല പാപം പോക്കലമേ ശുദ്ധീകരിക്കുന്നു. കർത്താവ് സ്തോത്രം. ആ ഒരു പാപിയാണ് സമ്മതിച്ച് ആ പാപത്തെ എല്ലാത്തോടെ ഏറ്റവും ഉപേക്ഷിച്ച് കർത്താവിന്റെ രക്തത്താൽ നാം കഴിവ് പ്രാപിക്കുമ്പോൾ അവർ കർത്താവിനെ കഴിവ് പ്രാപിച്ച് വിശുദ്ധീകരണവും നീതീകരണം പ്രാപിച്ച് ദൈവമകനായിത്തീരുന്നു. ആ അവസ്ഥ പ്രാപിക്കാത്തതായ ഏതൊരു വ്യക്തിയുണ്ടോ അവർ ചെന്നവസാനിക്കുന്നത് തീയും ഗന്ധവും എത്തുന്ന പൊയ്യിലായിരിക്കും എന്ന് തിരുവചനം നമ്മെ ഓർപ്പിക്കുകയാണ്. വെളിപ്പാട് 20-15 വായിക്കുമ്പോൾ ജീവപുസ്തകത്തിൽ പേരെഴുതി കാണാത്ത ഏവനെയും തീപ്പൊയ്യെ തള്ളിയിടും. കർത്താവ് സ്തോത്രം. ജീവപുസ്തകത്തിൽ പേരുള്ള ഒരു ആശ്ചര്യമാണ്. ഇവിടെ നിൽക്കുന്ന എല്ലാവരുടെയും ഈ ചെറിയ കുഞ്ഞുങ്ങളുടെ പേര് പോലും അവരവിടെ ജനിച്ചതായ പഞ്ചായത്തിൽ അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റിയിലുണ്ട്. ആ പേരവിടെ വരുവാൻ കാരണം അവരവിടെ ജനിച്ചതുകൊണ്ടാണ്. അതുപോലെ സ്വർഗത്തിൽ ദൈവത്തിൽ പേരുള്ള വാർത്തയാണെങ്കിൽ ദൈവത്തിൽ ജനിക്കണതോ മാനസാന്തരപ്പെടണം. മാനസാന്തരപ്പെടുമ്പോഴാകുന്നു ഒരു വ്യക്തിയുടെ പേര് ജീവന്റെ പുസ്തകത്തിൽ എഴുതപ്പെടുന്നത്. കർത്താവ് സ്തോത്രം. അവർ ഇതുവരെ മാനസാന്തരപ്പെടാത്തതായ ആരെങ്കിലും ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നുവെങ്കിൽ ദൈവരാജ്യത്തിൽ കടക്കുവാൻ അവകാശമാക്കാൻ ഇടയാത്തിരടനായി പാപത്തെ
ഈ അനുതാപത്തോട് പശ്ചാത്താപത്തോട് കൈപ്പോട് ഏറ്റുപറി വെട്ടിച്ച് കർത്താവിന്റെ വനപ്രാജീവിപ്പാൻ തീരുമാനിച്ച് പുതുതായി ജനിക്കുന്ന ജീവന്റെ പുസ്തകത്തിന്റെ പേരുള്ളവരാ തീരുകയാണ്. കർത്താവ് സ്തോത്രം. മാത്രമല്ല പരിശുദ്ധാത്മന വിഷയത്തെ പ്രാപിച്ച് പരിശുദ്ധമായി ജീവിച്ച് കർത്താവിന്റെ വരിനായി ഒരുങ്ങി കാത്തിരിക്കുവാൻ നമ്മൾ നമ്മെ സമർപ്പിച്ചു കൊടുക്കാൻ ഒരുങ്ങി കാത്തിരിക്കുന്നതായ വിശുദ്ധങ്ങളെ ചേർക്കുവാൻ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു എത്രയിലെ വെളിപ്പെടുവാൻ പോകുകയാണ്. കർത്താവിന്റെ പ്രത്യക്ഷതയിൽ നമ്മുടെ കർത്താവിനെ ഏൽപ്പെടാം യോഗ്യരാത്തിയുടെ മാത്രമല്ല കർത്താവിന്റെ വചനത്തിൽ പ്രകാരം അർപ്പിക്കുന്നു. എനിക്ക് ശുശ്രൂഷ ചെയ്ത് എന്നെ അനുഗമിക്കട്ടെ. ഞാൻ ഇരിക്കുന്നത് എന്റെ ശുശ്രൂഷകാരനെ ഇരിക്കും. കർത്താവ് എനിക്ക് ശുശ്രൂഷ ചെയ്യുന്നവരെ പിതാവ് മാനിക്കുമെന്ന യോഹന്നാൻ സുവിശേഷം 26-ാം വാക്യം വായിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയും. കർത്താവിന് ശുശ്രൂഷ ചെയ്യുന്നതായ ശുശ്രൂഷകർ കർത്താവിനോട് കൂടെ ആ സിംഹാസനത്തിൽ ഇരിപ്പാൻ ദൈവം അവർക്ക് അധികാരം കൊടുത്തിരിക്കുകയാണ്. ആകയാൽ ഈ പ്രിയ ദേവദാസൻ കർത്താവിനെ ശുശ്രൂഷയ്ക്ക് ആദരത്തിൽ സമർപ്പിച്ചു കൊടുത്തു. ക്രിസ്തുവിൽ ആ ശുശ്രൂഷ തികച്ച് ദേശത്തിലേക്ക് ചേർക്കപ്പെട്ടിരിക്കുകയാണ്. കർത്താവ് സ്തോത്രം. കാഹളം നടിക്കുമ്പോൾ ദേശത്തോടുകൂടെ ഉയർത്തേറ്റ് ആ ദൈവരാജ്യത്തിൽ കർത്താവിനെ കൂടെ ഇരിക്കുന്നതായ ആ സിയോനിലേക്ക് അവകാശിയാത്തീരുവാൻ ഇടയാത്തീരുകയാണ്. കർത്താവ് സ്തോത്രം. ആകയാൽ കർത്താവിനെ ശുശ്രൂഷ ചെയ്ത് സിയോനിലേക്ക് അവകാശിയാത്തീരാൻ പോവുകയാണ്. കർത്താവ് സ്തോത്രം. വ്യാപ്തമായി മാനസാന്തരപ്പെട്ട് സാധനങ്ങൾ ശുദ്ധാത്മ പ്രാപിച്ച് ആ ഉപദേശസ്ഥലങ്ങളിൽ അപ്പോസ്തലന്മാരോട് ചേർന്ന് നിൽക്കുന്നതായ ദൈവമക്കൾ പുതിയ സേവയിൽ അവകാശിയാത്തീരാൻ പോവുകയാണ്. കർത്താവ് സ്തോത്രം. ദൈവം 2 സ്ഥലത്ത് ഒരുക്കിക്കൊണ്ടിരിക്കുന്നു. ഒന്ന് സിയോൻ, വേറൊന്ന് യെരുശലേം. കർത്താവ് സ്തോത്രം. ഇവിടെ നാം ഒരുങ്ങുന്നതിനനുസരിച്ച് അവിടെ നാം സിയോനായി യെരുശലേമായി മാറ്റപ്പെടുവാൻ പോകുന്നതാണ് ദൈവത്തിന്റെ വാസസ്ഥലം എന്ന് പറയുന്നത്. നിത്യതയിൽ കർത്താവോടെ ആ നിത്യമായ വാസസ്ഥലത്തിൽ സിയോനായി യെരുശലേമായി കാണപ്പെടുവാൻ യഥാർത്ഥമായി മാനസാന്തരപ്പെട്ട് സ്നാനമേറ്റ് പരിശുദ്ധാത്മാവിഷയത്തെ പ്രാപിച്ച് ദൈവത്തിൽ ജീവിച്ച് കറാച്ചുളക്കമൊന്നുമില്ലാത്ത കർത്താവ് അവരെയും കാത്തിരിക്കുന്നതായ ദൈവമക്കൾ ശുശ്രൂഷകർക്കാർ ശിവനായും ദൈവമക്കൾ വിശ്വാസാദൈവമക്കൾ നിശ്ചയമായും ദേശീയ നിത്യതയിൽ കർത്താവിനോടെ വാഴുവാൻ പോവുകയാണ്. കർത്താവ് സ്തോത്രം. ആസ്വദിനെ ഏറ്റവും ആസനമായിരിക്കുന്നു. അതിനായി കർത്താവുള്ളവരെ ചേർക്കുവാൻ കർത്താവ് എത്ര വേഗം വെളിപ്പെടുവാൻ പോവുകയാണ്. കർത്താവ് യേശു പറഞ്ഞു, നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്, എന്നെ വിശ്വസിപ്പിൻ, ദൈവത്തിൽ വിശ്വസിപ്പിൻ. എന്റെ പിതാനുഭവനത്തിൽ അനേക സ്ഥലമുണ്ട്. ഇല്ലെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു, ഞാൻ നിങ്ങൾക്ക് ഒരു സ്ഥലം ഒരുക്കുവാൻ പോകുന്നു. ഞാൻ പോയി സ്ഥലം ഒരുക്കിയാൽ ഞാൻ ഇരിക്കുന്നിടത്ത് നിങ്ങളെയും ഇരുത്തേണ്ടതിന് പിന്നെയും അത് നിങ്ങളെ എന്റെ അടുക്കൽ ചേർത്തുള്ള കർത്താവ് സ്തോത്രം. വെളിപ്പെടുമ്പോൾ കർത്താവിനോട് ഇരിക്കുവാനായി കർത്താവിനോട് ചേർക്കാനായി ആ കർത്താവത്തെ വെളിപ്പെടാൻ പോവുകയാണ്. ആരെയാണ് കർത്താവിനോട് ഇരുത്തുന്നത്? കർത്താവ് സ്തോത്രം. ദൈവം ജീവിച്ച് തങ്ങളുടെ ജീവിതത്തെ സൂക്ഷിച്ച് വേദപ്രകാരം വളർന്ന കർത്താവിനെ കാത്തിരിക്കുന്നതായ ദേശീയ സഭ കർത്താവ് ജയിക്കുന്ന എന്നോടുകൂടെ എന്റെ സിംഹാസനം വരെ നൽകും. ഞാൻ ജയിച്ചെന്റെ പിതാവിനോടുകൂടെ അവരുടെ സിംഹാസനം പോലെ തന്നെ വിശ്വാസങ്ങളാതീ മക്കൾ ശുശ്രൂഷകരാതീ മക്കൾ പാപത്തെ ജലത്തെ ലോകത്തെയും സാത്താനെ ജയിച്ച് ഒടുവിലത്തെ ശത്രുവായ മരണത്തെ ജയിച്ച് തീരുമ്പോൾ അവർക്ക് ആ ഒരു കൃത്യമായ അവകാശമാണ് ആ സിയോൻ യെരുശലേമും. ഈ പ്രിയ ദേവദാസൻ ആ സിയോൻ വിലയേറുകളായി മാറ്റപ്പെട്ടിരിക്കുകയാണ്. നാം ഇനി അദ്ദേഹത്തെ കുറിച്ച് ഈ ദേവദാസനെ കുറിച്ച് ദുഃഖിക്കേണ്ട ആവശ്യമില്ല. കർത്താവ് സ്തോത്രം ചെയ്യുന്നു. നമ്മുടെ അവകാശം എവിടെയായിരിക്കും? ഇന്ന് നീ മരിച്ചാൽ നിന്നെ നിത്യത എവിടെ? സ്വർഗത്തിലോ ആക്കി നരകത്തിലോ? പാപത്തിൽ ജീവിച്ച് പാപത്തിൽ വളർന്ന് പാപത്തിൽ മരിക്കുന്നത് ഏതൊരു വ്യക്തിയുണ്ടോ അവർ ചെന്ന് അവസാനിക്കുന്നത് തീയും ഗന്ധവും മറ്റതായ ആ പ്രിയയിലായിരിക്കും. നാം ആരും അടക്കുവാടെ തീരാതെ ആട്ടൊരട്ടെ കരസ്ഥമാക്കി പ്രത്യാശയോട് ജീവിച്ച് കർത്താവിനെ ഒരുക്കപ്പെടുവാൻ ദൈവമായ കർത്താവ് സഹായിക്കട്ടെ. കർത്താവ് സ്വദേശ ശുശ്രൂഷ പങ്കെടുക്കുന്ന എല്ലാവരും കർത്താവിനോട് അന്നത്തെ കാണപ്പെടുവാൻ ഇടയാത്തിരനായി ദൈവം സഹായിക്കട്ടെ. കർത്താവ് സ്തോത്രം. ഈ പ്രിയ ദേവദാസ മാനിച്ചായ വിശ്വാസത്തെയും ജീവിതത്തെ അനുകരിച്ചുകൊണ്ട് പ്രത്യാശ സഹായിക്കട്ടെ. കർത്താവ് സ്തോത്രം. ദുഃഖത്തിലായിരിക്കുന്നതായ ആ പ്രിയ കുടുംബങ്ങളെല്ലാം ദൈവം ആശ്വസിപ്പിക്കട്ടെ. ഉയർപ്പിനെ കുറിച്ച് വായിച്ചല്ലോ. ചന്ദ്രന് തേജസ് വരെ, ചന്ദ്രന തേജസ് വരെ, നക്ഷത്രം തേജസ് വരെ. നക്ഷത്രമുണ്ട്, തേജസ്സിന് വ്യത്യാസമുണ്ടല്ലോ. മരിച്ചവരെ ത്വരവും അങ്ങനെ തന്നെയായിരിക്കും. കർത്താവ് സ്തോത്രം. ഏറ്റവും തേജസ് സൂര്യനായിരിക്കുന്നത് പോലെ ഏറ്റവും ദേശത്തിലൊരാളെത്തിരുന്ന ആരാണ്? താനവനെ പ്രകാരം ജീവിച്ച് മാനസാന്തരപ്പെട്ട് സാധനം പരിശുദ്ധാത്മാവിഷയത്തിൽ പ്രാപിച്ച് വിശ്വാസം നിലനിന്ന് കറ്റങ്ങൾ സഹിച്ച് കർത്താവിനെ പോലെ ദൈവം നിലനിൽക്കുന്ന ദൈവമക്കൾ ദേശീയരായി മാറ്റപ്പെടാൻ പോവുകയാണ്. ആകെ ആ ദേശീയ അനുഭവം പ്രാപിപ്പാൻ നമുക്ക് എല്ലാവർക്കും ഒരുങ്ങാം. ഈ പ്രിയ ദേവദാസൻ ദേശീയ അവകാശം പ്രാപിപ്പാനായി ദേശീയയിലേക്ക് ചേർക്കപ്പെട്ടിരിക്കുന്നു. ഈ ബോർഡ് എവിടെ അടക്കം ചെയ്യുന്നെങ്കിലും കാകണം നിൽക്കുമ്പോൾ ദേശീയത്തോടുകൂടെ സ്വർഗീയമാശയത്തോടുകൂടെ വിണ്മയമാശയത്തോടുകൂടെ അക്ഷയമാശയത്തോടുകൂടെ ഉയർത്തിയിട്ട് വരും.
അപ്രത്യാശ ദൈവമൊക്കെ ചേർന്ന് ഒരു അല്ലേലൂയ വിളിക്കാം. സ്തോത്രം. ഈ ദേവദാസ് ഇപ്പോൾ ജീവനോടിരുന്നെങ്കിൽ എല്ലാവരെക്കാൾ അതീവമായ ശബ്ദം ഉയർത്തി രണ്ട് കൈ ഉയർത്തി അല്ലേലൂയ വിളിക്കുമായിരുന്നു. ആ പ്രത്യാശയോടെ ജീവിപ്പാൻ തന്റെ ജീവിതത്തിൽ ദൈവം ഭാഗ്യം കൊടുത്തു. അന്ത്യവരീ വിശ്വാസത്തിൽ കൃപയിൽ നിലനിൽക്കാൻ ഇടയാക്കിയിരുന്നു. കർത്താവ് സ്തോത്രം. അതുപോലെ നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിന്റെ കൃപയിൽ നിലനിന്ന് ദൈവപ്രകാരം ജീവിച്ച് വിശ്വസ്തത ജീവിച്ച് കർത്താവ് തിരാത്തിൽ അവകാശികളായി തീരുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. ഈ സ്ഥാനത്ത് ഇതൊക്കെ ആളുകൾ ദൈവം എഴുന്നേൽപ്പിക്കട്ടെ. ദുഃഖത്തിലാക്കി എല്ലാവരും ദൈവം ആശ്രയിക്കുന്നതായ പ്രാർത്ഥനയുടെ വാക്കുകൾ വിരമിക്കുന്നു. ദൈവം നമ്മെ അവരെയും അനുഗ്രഹിക്കുവാനാകട്ടെ. Hallelujah. Sotra, 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 sotra. Sotra, 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 sotra. Praise the Lord, praise the Lord, praise the Lord, praise the Lord. Sotra, 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 sotra. Praise the Lord, praise the Lord, praise the Lord, praise the Lord, praise the Lord. Hallelujah, 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 hallelujah. Sotram, 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 sotram. എല്ലാ ദിനങ്ങളും പ്രാർത്ഥനയോടുകൂടിയാണ് ഈ ശുശ്രൂഷ ചെയ്യേണ്ടത്. സാധാരണ ഒരു ബോഡിയെല്ലാം നമ്മൾ അടക്കം ചെയ്യുന്നത് പാവങ്ങളെല്ലാം ഏറ്റുപറവിട്ടിച്ച് ദൈവമാനായ ഒരു വിശുദ്ധനായിട്ടുള്ളതായ ഒരു വിശുദ്ധൻ്റെ ആത്മാവ് ശരീരമാണ് നായുടെ അടക്കം ചെയ്യുന്നത്. അടക്കം ചെയ്യുമ്പോൾ പ്രാർത്ഥനയോട് അഭിഷേകത്തോട് ആത്മനിറവോടുകൂടെ പ്രത്യാശയോടുകൂടി വേണം അടക്കേണ്ടത്. ഹല്ലേലൂയ. ആകയാൽ ആരും ദുഃഖിക്കേണ്ട ആവശ്യമില്ല. പ്രത്യാശയോടുകൂടെ ദൈവസ്നേഹത്താൽ നിറയുവാൻ ദൈവനെ പൂർണ്ണമായി സമർപ്പിച്ചുള്ള എല്ലാവരും ദൈവത്തെ സ്തുതിക്കണം, ദൈവത്തെ മഹത്വപ്പെടുത്തണം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. സ്തോത്രം, 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 സ്തോത്രം. സാധാരണ ചെയ്യുന്നവരെ ചെയ്യേ, എല്ലാ പ്രാവശ്യം ചെയ്യുന്നവരെ ചെയ്യേ. സ്തോത്രം, 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 സ്തോത്രം. Sodra, 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 sodra. Sodra, 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 sodra. Sodra, 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 sodra. Italo vangada, italo vangada. Italo vangila. Susai. Sodra, sodra, sodra.
Sodram, 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 Sodram. Hallelujah, hallelujah, hallelujah. Sodram, 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 Sodram. Sodram, 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 Sodram. Praise the Lord, 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 praise the Lord. Hallelujah, hallelujah. Hallelujah, 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 hallelujah. Praise the Lord, 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 praise the Lord. Hallelujah, hallelujah, hallelujah. Sodra, 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 Sodra. Praise the Lord Jesus, oh my Father, hallelujah. Praise the Lord, 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 praise the Lord. Amen. Hallelujah, hallelujah. Sodra, 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 Sodra. Praise the Lord, praise the Lord, praise the Lord, praise the Lord, praise the Lord. Amen. Sodram, 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 Sodram. Sodram, 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 Sodram. Praise the Lord, praise the Lord, praise the Lord, praise the Lord, praise the Lord. Hallelujah. Sodram, 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 Sodram. Sodram, 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 Sodram. Praise the Lord. Hallelujah. വിന്മയമാശിലത്തോട് അക്ഷയമാശിലത്തോട് പറഞ്ഞുകൊണ്ട് അവർക്ക് ഇവിടെ സഹായിക്കണ സ്വാതന്ത്ര്യം സ്നേഹവാനായ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, നന്ദിയോടെ ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. അനുഗ്രഹിക്കപ്പെട്ടതായ സമയത്തിനായി സ്തോത്രം ചെയ്യുന്നു. അവിടുത്തെ ദാസനിൽ അവിടുന്ന് ആരംഭിച്ച പ്രവൃത്തി വിശ്വസ്തനായ ദൈവം തൊക്കെ സമയത്ത് പൂർത്തീകരിച്ചല്ലോ. എനിക്ക് കൊടുത്ത നല്ല ജീവാരംഭത്തെക്കാൾ നല്ല ജീവാവസാനം കൊടുത്തതിനാൽ ഞങ്ങൾ അങ്ങേ വാഴ്ത്തുന്നു, നന്ദിയോടങ്ങേ സ്തുതിക്കുന്നു. എൻ്റെ ജീവകാലത്ത് തന്നെ കൊണ്ട് കർത്താവ് ചെയ്യിപ്പിച്ച എല്ലാ പ്രവൃത്തികൾക്കായും തന്നിൽ ചെയ്ത എല്ലാ മഹൽ ക്രിയകൾക്കായും സ്തോത്രം ചെയ്യുന്നു. മുഖാന്തരമായി രക്ഷിക്കപ്പെടുവാനും ക്രിസ്തുവിലേക്ക് ആകർഷിക്കപ്പെടുവാനും നിലനിർത്തപ്പെടുവാനും യഥാസ്ഥാനപ്പെടുത്തപ്പെടുവാനും ഉറപ്പിക്കുന്ന ശുശ്രൂഷ ചെയ്യുവാനും കർത്താവ് കൃപ കൊടുത്തതിനായി സ്തുതിക്കുന്നു. കർത്താവ് ജീവിതാന്ത്യത്തോളം വിശ്വാസത്തിൽ ദൈവശക്തിയിൽ കാത്തതിനായി സ്തോത്രം. ദൈവത്തിൻ്റെ അവധി തികഞ്ഞപ്പോൾ അവിടുത്തെ നിത്യവിശ്രാമത്തിലേക്കും തന്നെ കൈക്കൊണ്ട് ചേർത്ത് അതിനായി സ്തുതിക്കുന്നു.
ഇത്ര അനുഗ്രഹിക്കപ്പെട്ടൊരു അന്ത്യ ശുശ്രൂഷയും എനിക്ക് ഒരുക്കിയിരുന്നു. ശാസ്ത്രഭവനത്തിൽ വെച്ച് നടന്ന ശുശ്രൂഷ കർത്താവ് തന്നെ നടത്തി പ്രത്യാശയോടുകൂടെ ഈ മൃതദേഹവുമായി ഇവിടെ വന്ന ഈ ചെറിയ ശുശ്രൂഷയും അന്തിമമായി ചെയ്യുവാൻ നീ ഇടയാക്കിയതുകൊണ്ട് സ്തോത്രം ചെയ്യും. അതിന് കേട്ട എല്ലാവരെയും രക്ഷിക്കണമേ, സ്നാനത്തിനായി ഒരുക്കണമേ, പരിശുദ്ധാത്മ ശക്തിയാൽ നിറയ്ക്കണേ, മുദ്രയിടണമേ. വേഗം വരുന്ന കർത്താവിന്റെ കാവലം ധരിക്കുമ്പോൾ ഞങ്ങളെല്ലാം രൂപാന്തര ശരീരങ്ങളായി എതിരേൽക്കാനായി ഒരുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അത്രത്തോളം ഞങ്ങളെ സഹായിച്ചതുകൊണ്ട് സ്തോത്രം. തലകളെ ഉണക്കിയിരിക്കുന്ന എല്ലാവരെയും അനുഗ്രഹിക്കും. വിശേഷാൽ തന്റെ ജനപ്രകാരമുള്ള ബന്ധത്തിലുള്ള കുടുംബാംഗങ്ങളായിരിക്കുന്ന എല്ലാവർക്കും വേണ്ടിയും പ്രാർത്ഥിക്കും. ചെറിയവരെയും വലിയവരെയും അനുഗ്രഹിക്കണമേ. നീതിയായി കണക്കിട്ട ഭവനത്തിൽ തുടർന്നും ദൈവത്തിന്റെ വലിയ പ്രവൃത്തികൾ അവിടുന്ന് ചെയ്യണമേ. ദൈവങ്ങളെ എല്ലാം കർത്താവ് പ്രത്യാശ വർദ്ധിപ്പിച്ച് വരവിനായി ഒരുക്കണമേ. ശുശ്രൂഷകൾക്കായി ദാസന്മാരെ ശക്തീകരിച്ചുകൊണ്ട് സ്തോത്രം. എല്ലാ മാനവും മഹത്വം അവിടത്തേക്ക് എടുക്കണം. യേശു നാമത്തിൽ നമ്മോട് ദുഃഖത്തിലാക്കില്ലാതെ നേരത്തിൽ പരിചരിക്കുമാറാണ്. സന്തോഷം എത്രയോ സന്തോഷം എത്രയോ സന്തോഷം എത്രയോ സന്തോഷം എത്രയോ സന്തോഷം മധ്യാകാശത്തിൽ Amen.